പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൽ പാകിസ്ഥാനെ വെള്ളപൂശുന്ന കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ മുൻ മന്ത്രി. കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കിടയിൽ പോലും പാക് അനുകൂലികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകളാണോ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്നതെന്ന വിലയിരുത്തലുകൾ അടക്കമാണ് ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം പല കോണുകളിൽ നിന്ന് പോലും ഉയർന്നു കേൾക്കുന്നത്. കോൺഗ്രസിന്റെ കേരള ഘടകം ട്വിറ്ററിലിട്ട പോസ്റ്റാണിപ്പോൾ പാകിസ്ഥാൻ മുൻ മന്ത്രി ഷെയർ ചെയ്തിരിക്കുന്നത്. അത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതും. ഭീകരർ പഹൽഗാമിൽ വന്ന കാര്യത്തിലും തിരികെ രക്ഷപ്പെട്ട കാര്യത്തിലും സംശയമുണ്ടെന്ന് ആരോപിക്കുന്നതായിരുന്നു കോൺഗ്രസിന്റെ പോസ്റ്റ്. സംഭവത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ക്രിസ്ത്യൻ സംഘടനയായ ഖാസയും ഇപ്പോൾ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കേരളത്തിലെ കോൺഗ്രസുകാർക്കും അവരെ താങ്ങുന്ന ഊളകൾക്കും ഇത് അഭിമാന നിമിഷം. കോൺഗ്രസുകാരുടെ നിലപാട് പാകിസ്ഥാൻകാർ വരെ ഏറ്റെടുത്തിരിക്കുന്നു. രാജ്യം ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വന്തം രാജ്യത്തിന് പിന്നിൽ നിന്നും കുത്തിക്കൊണ്ട് ശത്രു രാജ്യത്തെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസ് നടത്തുന്നത് ഇതാദ്യമല്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ കേരളത്തിൽ നിന്ന് പാകിസ്ഥാന് സഹായം ലഭിച്ചിരിക്കുന്നു, അതും കേരളത്തിലെ കോൺഗ്രസുകാരിൽ നിന്നും. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൽ പാകിസ്ഥാനെ വെള്ളപൂശിക്കൊണ്ട് കോൺഗ്രസ് കേരള ഘടകം ട്വിറ്ററിലിട്ട പോസ്റ്റ് പാകിസ്ഥാൻ മുൻ മന്ത്രി വരെ ഷെയർ ചെയ്യുന്നു. അത് പാകിസ്ഥാൻ മാധ്യമങ്ങൾക്കിടയിൽ ഏറ്റെടുക്കുന്നു. മതേതര ഊളകളെ, കേരളത്തിൽ നാളെ പഹൽഗാം ആവർത്തിച്ചാലും ഇതുതന്നെയായിരിക്കും നീയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കോൺഗ്രസിന്റെ നിലപാടെന്നത് ഓർത്തിരിക്കുക. ഇതായിരുന്നു അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. അതേസമയം എപ്പോഴും പഹൽഗാം ഭീകരാക്രമണത്തിൽ കാസയുടെ നിലപാട് അവർ ആവർത്തിച്ചുറപ്പിച്ച് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. കാസയുടെ തന്നെ മറ്റൊരു പോസ്റ്റ് ആണിവിടെ വ്യക്തമാക്കേണ്ടത്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പൊതിഞ്ഞു പിടിക്കുകയും വെള്ളപൂശുകയും ചെയ്യുന്ന കേരളത്തിലെ ഇടതു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അക്ഷരാർത്ഥത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ തടവറയിലാണ് എന്നതാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്ന ഫാദർ വർഗീസ് വള്ളിക്കാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഫ്രണ്ട്, ഇസ്ലാമിക് റെസിസ്റ്റൻസ് അലയൻസ്, ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആർമി, ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ് ഇവയെല്ലാം തന്നെ ഒറ്റ ലക്ഷ്യത്തോടെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഭീകര പ്രവർത്തനം നടത്തുന്ന ഇസ്ലാമിസ്റ്റ് സംഘടനകളും പ്രസ്ഥാനങ്ങളുമാണ്. റെസിസ്റ്റൻസ് എന്നത് ഭീകര പ്രവർത്തനം നടത്തുന്നതിനുള്ള ന്യായീകരണമായി മുന്നോട്ട് വയ്ക്കുന്ന ഇസ്ലാമിസ്റ്റ് ആശയധാരയുടെ അടയാള വാക്യമാണ്. ഇസ്ലാമിസ്റ്റ് ആശയധാരയിൽ ഉൾപ്പെടാത്ത മാനവ സമൂഹങ്ങൾ, അതുപോലെ തന്നെ ദൈവിക വിധി പ്രകാരം കാഫിറുകളും കൂഫിറും അതുപോലെ തന്നെ ജാഹിലിയയുമാണ് എന്നതർത്ഥം. അതായത് അൻഇസ്ലാമിക സമൂഹങ്ങൾ ദൈവിക വിധി പ്രകാരം നിലനിൽക്കാൻ അവകാശമില്ലാത്ത സമൂഹങ്ങളാണ്. അവയെ ഉന്മൂലനം ചെയ്യേണ്ടത് ഇസ്ലാമിക ദീനിന്റെയും അതുപോലെ തന്നെ ഉംഹദർ അൽ ഇസ്ലാമിൻ്റെയും ഇസ്ലാമിക ലോക ക്രമത്തിൻ്റെയും നിലനിൽപ്പ് ഒഴിവാക്കാനാവാത്ത ചുമതലയാണ്. അവിശ്വാസികളുടെ ലോകം അതിൻ്റെ നിലനിൽപ്പില്ലാത്ത ഇസ്ലാമിക ലോകത്തോട് പടപൊരുതുകയാണ് എന്ന നിലപാടിൽ നിന്നാണ് അവയ്ക്കെതിരെ നടക്കുന്ന അക്രമത്തെ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ആരെങ്കിലും ഇസ്ലാമിനെതിരെ പട നയിക്കുന്നു എന്നല്ല ഇതിനർത്ഥം. ഇസ്ലാം അല്ലാത്ത സമൂഹങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിനെതിരെയുള്ള പോരാട്ടമായി കണക്കാക്കുന്നതും അതിനെതിരെയുള്ള പ്രതിരോധം, റെസിസ്റ്റൻസ്, ജിഹാദ് അഥവാ യുദ്ധം ഇസ്ലാമിന്റെ ചുമതലയായി ഉയർത്തിക്കാട്ടുന്നതും. ആധുനിക ലോകക്രമത്തിൽ ഇത്തരം ഭീകരാക്രമണങ്ങൾ വിമർശിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ലോകത്തെല്ലായിടത്തും ഇരവാദം ഉയർത്തിക്കൊണ്ടുവന്നത് ഭീകര പ്രവർത്തനത്തെ ന്യായീകരിക്കുന്ന നിലപാടാണ് ഇസ്ലാമിസ്റ്റുകളും അവരെ വിവിധ ലക്ഷ്യങ്ങളോടെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും സ്വീകരിച്ചു വരുന്നത്. ഇതിന്റെ ക്ലാസിക്കൽ ഉദാഹരണങ്ങളാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസ് പാർട്ടിയും. രാഷ്ട്രീയവും സാമ്പത്തികവുമായ നേട്ടം മുന്നിൽ കണ്ടുകൊണ്ട് ഇരവാദം ഉയർത്തിക്കൊണ്ട് നടത്തുന്ന ഇത്തരം ഇസ്ലാമിസ്റ്റ് പ്രീണനം പരോക്ഷമായെങ്കിലും ഭീകരവാദത്തെയും ഭീകരപ്രവർത്തനത്തെയും പിന്താങ്ങുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. പൊതുസമൂഹം ഈ തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയത്തിന്റെ ഇരകളായി തീരുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പഹൽഗാമിൽ ഇസ്ലാമിസ്റ്റ് ഭീകരർ നടത്തിയ നരനായാട്ട്. ഇന്ത്യൻ ജനത ഇക്കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അമേരിക്കയും യൂറോപ്പും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ലോകം ഇന്ന് ഈ തിരിച്ചറിവിന്റെ പാതയിലാണ്. ഇപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പൊതിഞ്ഞു പിടിക്കുകയും വെള്ളപൂശുകയും ചെയ്യുന്ന കേരളത്തിലെ ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികൾ അക്ഷരാർത്ഥത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ തടവറയിലാണ്. അവർക്ക് നേരം വെളുക്കാൻ ഇനിയും നേരമായിട്ടില്ല. അതിന് കാരണം ഒന്നേ ഉള്ളൂ: വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. അവർ ഇരുട്ടിനെ സ്നേഹിച്ചു പോയി.
അതിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം. അതായത് കാസ് പങ്കുവച്ച പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.